ഹലോ, പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പത്രമാറ്റിൽ അനിയുടെ ആ ഒരു അത്ഭുത വിജയം, കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അനി ആ ഒരു ബിസിനസ് ഡീലിൽ പങ്കെടുക്കില്ല എന്ന് വീട്ടിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അഭി ഉറപ്പിച്ചു, ഇനിയിപ്പോൾ അനി അവിടെ ഉണ്ടാവില്ല, അപ്പോൾ എതിരാളികളൊന്നുമില്ല, ഉറപ്പായിട്ടും നമുക്ക് തന്നെ ഡീൽ. അതുപോലെ ഡേവിഡും അങ്ങനെ തന്നെ കരുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അവിടെ കമ്പനിയുടെ ആ ഒരു ഡീൽ ഉറപ്പിക്കുന്ന അവിടെ കുറേ അവരുടെ സ്റ്റാഫും മാനേജരും ഒക്കെയുണ്ട്. അപ്പോൾ അവർ ആ ഒരു സാർ ഇനിയിപ്പോൾ സമയം കളയണ്ട, ഡീൽ ഉറപ്പിക്കാനുള്ള ഒരു കൊട്ടേഷൻ വയ്ക്കാം. അപ്പോൾ അഭി ഇങ്ങനെ ഭയങ്കര ഞെളിഞ്ഞിരിക്കുകയാണ്. കാരണം അഭിക്കും തന്നെ ആയിരിക്കുമല്ലോ, കാരണം മാനേജറായിട്ട് ചാർജ് എടുത്ത ശേഷം AN ജ്വല്ലറിയുടെ ഫസ്റ്റ് താൻ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ ഡീലല്ലേ, അപ്പോൾ അത് കിട്ടുമ്പോൾ തനിക്ക് അതിൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പൊങ്ങച്ചത്തിലൊക്കെ ഭയങ്കര ഇതിലിരിക്കുവാണ്, ആത്മവിശ്വാസത്തിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് അനിയുടെ ആ ഒരു എൻട്രി. അപ്പോൾ അടിയിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് വായിക്കാനായിട്ട് എടുക്കാൻ പറയുന്ന സമയത്തേക്കാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അബി അവിടെ കയറി ഉടക്കുകയാണ്. കാരണം സമയം കഴിയാറായി, ആ ഒരു ടൈം കഴിഞ്ഞു. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട, കാരണം ഇവർ നേരത്തെ കൊട്ടേഷൻ കൂടി കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഓഫീസർ പറയുന്നുണ്ട്, അതല്ല, മൂർത്തീസ് ജ്വല്ലറി ഇന്നലെ തന്നെ കൊട്ടേഷനും കറക്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ, അതുപോലെ കളക്ഷൻസും എല്ലാം ഇവിടെ നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉൾക്കൊള്ളിക്കാതിരിക്കാൻ പറ്റില്ല, അതിനുള്ള നിയമസാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ കൂടി ഉൾക്കൊള്ളിക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഡേവിഡ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഡേവിഡും പറയുന്നു, സാർ അത് പറയുന്നത് പറ്റില്ല, അത് കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി ലേറ്റായിട്ടുണ്ട്, പ്രശ്നമില്ല. അങ്ങനെ കൊട്ടേഷൻ്റെ ആ ഒരു അന്തിമ വിധി വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആ ഓഫീസർ പറയുന്നത് ഈ ഒരു കൊട്ടേഷൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെയാണ്. കാരണം പാരമ്പര്യവും കാത്തുസൂക്ഷി ഇതുപോലെ ആ ഒരു ഇത് ഡിസൈൻസ് വേറെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അപ്സെറ്റായി പോവാണ് കേട്ടോ. അബിയാണെങ്കിലും അതുപോലെ ഡേവിഡ് ആണെങ്കിലും ആകെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, ഇതെന്താ പറ്റിയേ. അങ്ങനെ അനിയുടെ ആ ഒരു മാസ് എൻട്രി, തന്നെ ഒരു മാസ് ആ ഒരു അത്ഭുതം അതേ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്റ്റൈലിലൊക്കെയാണ് അനിയുടെ ആ ഒരു വരക്കവും പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അബിക്ക്. അപ്പോൾ അബി അവിടെ കയറി സംസാരിക്കാൻ, അതിന് തടയിടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, ഇതാരാണ്, ഇവിടെ എല്ലാം ജ്വല്ലറി മാനേജർമാരാണ്, MDമാരാണ് ഒത്തുകൂടിയിട്ടുള്ളത്, MDമാരാണ്. പക്ഷേ അബി മാനേജറാണല്ലോ, ഇയാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഡേവിഡ് സാർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ മാനേജറാണ്. അപ്പോൾ AN ജ്വല്ലറിയെക്കുറിച്ച് അതിനെ പ്രതിനിധീകരിച്ച് ഒരാൾ എത്തിയിട്ടുണ്ടല്ലോ സാർ, ഡേവിഡ്. അപ്പോൾ ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ, ഇയാൾക്ക് എന്താണ് ഇവിടെ അവകാശം എന്നുള്ള രീതിയിലാണ് സംസാരം. അങ്ങനെ അബിയെ അവിടെ നിന്ന് നാണം കെട്ട് ആ രീതിയിലും തള്ളപ്പെടുകയാണ് കേട്ടോ. അബിയുടെ സ്ഥാനം അവിടെ പരിഗണിക്കുന്ന കൂടിയില്ല. അങ്ങനെ ആ ഒരു ഡീലൊക്കെ കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ അതിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡേവിഡിനെയും അബിയും കാണുന്നുണ്ട്. അപ്പോൾ നീ ഈ കൊട്ടേഷനിൽ പങ്കെടുക്കുന്നില്ല എന്നല്ല, ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്നാണെന്നല്ല പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ പലതും ഉണ്ടാവും, അപ്പോൾ ഇത് നിൻ്റെ തന്നെ ഐഡിയ ആണോ അതോ നിൻ്റെ ഏട്ടൻ്റെ ഐഡിയ എന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട്. പരിസമയത്ത് അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ബോംബെയിൽ വെച്ച് ഒരു ഡീൽ ഉറപ്പിച്ച സമയത്ത് എൻ്റെ ആദർശേട്ടനെ കുടുക്കിയ ആ ഒരു ചതിയുണ്ടല്ലോ, അതിവിടെ നടപ്പാതിരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇതുപോലെ ചെയ്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഡേവിഡിനും അബിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഒരു മനഃപൂർവ്വം ഇവരെ ചതിച്ചതാണ്, പറയാതിരുന്നതാണ് എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഞങ്ങൾ നിയമം വിട്ട് ആരെയും ചതിച്ചോ ഒന്നും നേടിയിട്ടില്ല, എല്ലാം ആത്മാർത്ഥമായിട്ടും അതുപോലെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുമാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്, അല്ലാതെ ചതിയും വഞ്ചനയും കൊണ്ടൊന്നും നേടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ അബിയും ഡേവിഡുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അബി വിളിക്കുന്നത് ഡേവിഡിനെ സാറെന്നാണല്ലോ. പിന്നെ ചോദിക്കുന്നുണ്ട്, മനസ്സിൽ തന്നെ ചെയ്യുന്നു, ഇയാളെ എന്തിനാണ് ഞാൻ സാറിന് വിളിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ ശമ്പളം വാങ്ങി നിൽക്കുന്ന അയാളെ സാറിന് വിളിക്കേണ്ട കാര്യമില്ല, ഇനി മുതൽ അങ്കിളെന്ന് വിളിക്കാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഇനി എന്നെ അങ്കിളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും അത് സംശയിക്കപ്പെടും, നബി ഉൾപ്പെടെ പലരും ചോദ്യം ചെയ്തേക്കാം, അപ്പോൾ അത് പിന്നെ ഒരു പ്രശ്നമാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ സാറിന് തന്നെ വിളിക്കാം. അപ്പോൾ ഡേവിഡ് തന്നെ മനസ്സിലായിരിക്കുന്നു, ഇവൻ ആളത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ മനസ്സിൽ കരുതുന്നുണ്ട്, കാരണം തുടക്കത്തിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിവരം അപ്പോൾ നാഗേന്ദ്രനാണെങ്കിൽ മൊബൈലും വെച്ചിട്ട് ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും റിസൾട്ട് അറിയാനായിട്ട്. അങ്ങനെ അപ്ഡേഷനൊന്നും വരുന്നില്ല. അപ്പോഴാണ് അറിയുന്നത്, ഡേവിഡിൻ്റെ കോള് വരുന്നു, സംഭവം പറയുകയാണ്, ഈ ഒരു കൊട്ടേഷൻ പോയോന്നാണ്. അപ്പോൾ അവന്തിക അങ്ങോട്ട് വരുന്നുണ്ട്, അവന്തിയുടെ അടുത്തും കാര്യം പറയുന്നു, നമ്മളുടെ കൊട്ടേഷൻ പോയി, മൂർത്തീസ് ജ്വല്ലറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, ഇപ്പോൾ അവരുടെ ഷെയറൊക്കെ ഇപ്പോൾ കുതിച്ചുയരുകയാണ്, കാരണം അങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീടാണ് കാണുന്നത്
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കിങ്ങിലായി പോവുകയാണ്. അത് മാത്രമല്ല, തൻ്റെ മകൻ ആ ഒരു മൂത്ത മകൻ്റെ രാശി അത്ര പോരാന്ന് തന്നെ നാഗേന്ദ്രന് തോന്നുന്നു. കാരണം വന്ന് കാലെടുത്ത് ഫസ്റ്റ് ആ ഒരു ഞെളിയാൻ പറ്റിയ അവസരമായിരുന്നു അവിക്ക്. അതോടുകൂടി പോയി. അപ്പോൾ അനി തന്നെ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്കും നിൻ്റെ തകർച്ച തന്നെ ആയിരിക്കും തുടർന്നും കാണാൻ കഴിയും. ആദ്യം മാത്രമല്ല, ഇപ്പം അങ്ങോട്ടേക്ക് നീ കാലെടുത്ത് വെച്ചതുകൊണ്ടാണോ ആ ജ്വല്ലറിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ തന്നെ അനി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ആകെ നാണം കെട്ട്, അവിടുന്ന് നാണം കെട്ട്, മൊത്തത്തിൽ നാണം കെട്ടിട്ട് നിൽക്കുവാണ് അഭി. അച്ഛൻ്റെ മുമ്പിലും ഒന്നും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദർശും നയനയും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം ഡീലൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറിക്ക് അനി ആ ഒരു അനിയുടെ മഹത്വം എം ഡി ആയിട്ടിരിക്കുക, എം ഡിക്ക് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ അനിയുടെ കഴിവ് തെളിയിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് ഏട്ടനും ഏട്ടത്തിയും. നേരെ അനി ചെല്ലുന്നത് ആദർശിൻ്റെയും നന്നിയുടെ അടുത്തേക്കാണ് കേട്ടോ. ചെന്ന് സന്തോഷം പങ്കിടുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു ട്രീറ്റ് തരേണ്ടതെന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അതിപ്പോൾ കഴിയില്ല, കാരണം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെന്ന് അവരോടൊപ്പം സന്തോഷം പങ്കിടും. അവരെല്ലാം കാത്തിരിക്കുമായിരിക്കും. നീ അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശിനി വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ മീഡിയയിലൊക്കെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം പങ്കിടുകയാണ്. അപ്പോൾ അനി ഉറപ്പായിട്ടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു സ്ഥാനം തിരിച്ച് ആദർശിനെ തന്നെ ഏൽപ്പിക്കണം, ഏട്ടൻ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നീ തന്നെ അങ്ങ് തുടർന്നാൽ മതി, നീ തന്നെ അവിടെ നിൻ്റെ കഴിവല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ആ ഒരു പഴയ കാര്യം അനി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ല, വനവാസത്തിലേക്ക് എല്ലാം രാജ്യം വിട്ടു പോകുന്ന ഏട്ടനെക്കുറിച്ചും തിരിച്ച് വരുമ്പോൾ തിരിച്ച് ഏൽപ്പിക്കുന്നതൊക്കെ അനി അവിടെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം നേരെ തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ജലജ ആകെ ടെൻഷനിലാണ്. മോൻ ഇതുവരെ വിളിച്ചിട്ടില്ല, എന്തായെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അനി പങ്കെടുത്തില്ല, അത് അവർ അറിയാം. അപ്പം എൻ ജ്വല്ലറിക്ക് തന്നെ കിട്ടും എന്നുള്ള വിശ്വാസമാണ് ജല. ഇവിടെയാണെങ്കിൽ അവരെല്ലാവരും അറിഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം അറിഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ്. ജാനകിയാണെങ്കിൽ അതിലും വലിയ ഞെളിവിൽ നിൽക്കുവാണ്. എൻ്റെ മോനെ ഒട്ടും കഴിവില്ലെന്നൊക്കെ പറഞ്ഞിട്ടും അവനിപ്പോൾ ഇത്രയും നേട്ടം കൈവരിച്ചില്ലേ, എൻ്റെ മോൻ എം ഡി ആയിട്ടുള്ള ആദ്യത്തെ ആ ഒരു ഡീലാണ് അത്, അപ്പോൾ അതിലും അല്ല വിജയം കൈവരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞെളിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അതുപോലെ തന്നെ ജലജ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്ന സമയത്ത് അറിഞ്ഞില്ലേ, ഇതുപോലെ മൂർത്തീസ് ജ്വല്ലറിക്ക് നമ്മുടെ ജ്വല്ലറി തന്നെ ആ നേട്ടം കൈവരിച്ചു. അപ്പോൾ മൂർത്തീസ് ജ്വല്ലറി ഷെയറൊക്കെ കുതിച്ചുയരുകയാണ് എന്നുള്ള പറയച്ചിൽ വെക്കുമ്പോൾ ജലജ ആകെ ഇതായിപ്പോൾ. പക്ഷെ പുറമേ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ആ ഒരു പാരമ്പര്യം സംരക്ഷിച്ചു എന്നുള്ള രീതിയിലൊക്കെ ജലജ പറയുന്നുണ്ട്. ഉള്ളു കത്തുകയാണ് ജലജയ്ക്ക്. അപ്പോഴേക്കും അനിയഞ്ഞെത്തി. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി കൈ കൊടുക്കുന്നു. ദേവയാനിയും ജയനും അജയനും ഒക്കെ. അതുപോലെ തന്നെ ജലജ വന്നിട്ട് പറയുന്നു കൺഗ്രാജുലേഷൻ. അപ്പോൾ എന്ന് പറയുന്നുണ്ട് അനി, അപ്പച്ചി ഇത്രയും തന്നെ പറയാൻ പാടുപെട്ട് എന്തുമാത്രം പാടുപെട്ടെന്ന് എനിക്കറിയാം. കാരണം അപ്പച്ചിയുടെ ഉള്ളു കത്തുമായിരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജയനൊക്കെ പറയുന്നുണ്ട് നേരത്തെ ആദർശിനെ പറ്റിയ ചതിയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിനുശേഷം മുത്തശ്ശി എന്ത് അപ്പോൾ റൂമിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവരെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശിയും കൂടി. അപ്പോൾ ഒന്നും അറിയാമേത്ത മട്ടിൽ മുത്തശ്ശനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനിയും കൂടി ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ, എന്താടാ ഒന്നും അറിഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മുടെ എല്ലാം തിരിച്ചു പിടിച്ചു, നമുക്ക് ആ ഡീല് കിട്ടി. ആണോ? ഞാൻ അറിഞ്ഞായിരുന്നു. നീ തന്നെ വന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നല്ലേ നിനക്കൊരു സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മുത്തച്ഛന് സന്തോഷമേ. അപ്പോൾ അനി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുകയാണ് ഫസ്റ്റ് തന്നെ അങ്ങോട്ടേക്ക്, മുത്തശ്ശ ഈ ഒരു വിജയത്തിന് മേലെ എനിക്കല്ല എൻ്റെ കഴിവ്, എൻ്റെ ഏട്ടനും ഏട്ടത്തിക്കാണ്, അവരുടെ കഠിന പരിശ്രമം കൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയാം, അതൊന്നും കേൾക്കണ്ട, എനിക്ക് അതൊന്നും അറിയാൻ വേണ്ട, നീയാണ് എം ഡി, അപ്പോൾ നിനക്കാണ് അതിൻ്റെ വിജയം. അതിൽ പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ നയനേട്ടത്തിയുടെ കാര്യം പറയുന്നു. നയന കളക്ഷൻസ് ഇപ്പോഴും പിന്നെ പോയിട്ടില്ല. അത് ആ ഏട്ടത്തിയുടെ ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ്, ആ ഒരു ഡിസൈൻ കൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയെന്ന് പറയുമ്പോൾ, അങ്ങനെ നമ്മുടെ ഓഫീസിലെ പലരും വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഞാനുൾപ്പെടെ പലരും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അതൊന്നും പറയേണ്ട കാര്യമില്ല. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരോ അവർക്കാണ് ഈ വിജയത്തിന് അവകാശം, മറ്റൊന്നും കേൾക്കണ്ട. അതിനെ അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കാൻ പോലും മുത്തശ്ശൻ തയ്യാറാകുന്നില്ല. അതിനെതിരെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിൻ്റെ വിജയം, അപ്പോൾ നിനക്കതിന് പൂർണ്ണ അനുഗ്രഹവും ആശംസകളും ഒക്കെ കൊടുക്കുകയാണ്. ആദർശിൻ്റെയും നയനയുടെയും കാര്യം പറയുന്നത് മുത്തശ്ശൻ കേൾക്കുന്നില്ല. പക്ഷേ മുത്തശ്ശൻ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ആദർശിൻ്റെയും നയനയുടെ വിജയമാണെന്ന് മുത്തശ്ശനെ അറിയാം. പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല. അപ്പോഴും സന്തോഷത്തോടെ വരുന്ന എനിക്ക് ഈ ഒരു മുത്തശ്ശൻ്റെ പെരുമാറ്റം സങ്കടമാവുകയാണ് കേട്ടോ. ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു കിടിലൻ എപ്പിസോഡ് കാണാൻ മടിക്കരുത്, മറക്കരുത്. ഓക്കെ.